നിലമ്പൂരിലെ ജനങ്ങൾ വീണ്ടും ഒരു ജനവിധിക്ക് തയ്യാറെടുക്കുകയാണ്. ജൂൺ 19 നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിനെ നേരിടും. CPM-ന് അൻവർ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് തിരികെ വരാനുള്ള അവസരമാണ് ഇതെങ്കിൽ UDF-ന് കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ്. മുഖ്യമന്ത്രിയുമായി കൊമ്പ് കോർത്ത് മുന്നണി വിട്ട അൻവറിനാകട്ടെ ശക്തി തെളിയിക്കാനുള്ള ഏക അവസരവും. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുമ്പുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ നിലമ്പൂരിൽ ആര് വീഴും, ആര് വാഴും? PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താവും? നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ക്വാർട്ടർ ഫൈനലായി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനെ കാണാം. സെമി ഫൈനലായ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള മത്സരം എത്തുന്നത് മഴക്കാലത്താണെങ്കിലും രാഷ്ട്രീയ ചൂട് ഉയർന്നു നിൽക്കുമെന്ന് ഉറപ്പ്. ഞായറാഴ്ചയുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നണികൾ പ്രതീക്ഷിച്ചതല്ല. ഇടത് സ്വതന്ത്രനായ PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് ഇടത് മുന്നണി വിട്ടതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ കുത്തകയായിരുന്ന മണ്ഡലം അൻവറിലൂടെയാണ് 2 തവണ CPM പിടിച്ചെടുത്തത്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിച്ചാണ് അൻവർ മുന്നണി വിട്ടതെന്നതിനാൽ ജയം CPM-ന് അനിവാര്യമാണ്. പരാജയപ്പെട്ടാൽ അൻവറിന്റെ സ്വീകാര്യത മണ്ഡലത്തിൽ കുറഞ്ഞിട്ടില്ലെന്നും നിലപാടുകൾ ജനം അംഗീകരിച്ചെന്നും വ്യാഖ്യാനിക്കപ്പെടാം. മത്സരിക്കാനില്ലെന്ന് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായ അൻവർ UDF-ന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് UDF-ന്റെ രാഷ്ട്രീയ ആവശ്യമാണ്. പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷമെത്തുന്ന സുപ്രധാന ദൗത്യം. പാലക്കാട്ടെ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയുള്ള ഉപതിരഞ്ഞെടുപ്പിലെ ജയം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന് ഊർജം പകരും. മറിച്ചായാൽ 3ാം വട്ടം തുടർ ഭരണമെന്ന CPM അവകാശവാദത്തിന് മുൻതൂക്കം ലഭിക്കാം. DCC പ്രസിഡന്റ് VS ജോയിയെയും ആര്യാടൻ ഷൗക്കത്തിനെയുമാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. നാളെ പ്രഖ്യാപനമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളതെന്ന് നേതാക്കൾ പറയുന്നു. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുകളിൽ UDF-ന് പല അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. സീറ്റിംഗ് സീറ്റല്ലാത്ത മണ്ഡലത്തിലാണ് ഇത്തവണ പോരാട്ടം. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് മാറ്റുരയ്ക്കപ്പെടുന്നത്. വിജയിച്ചാൽ CPM-നെതിരെ തന്റെ വാദങ്ങൾ ശരിയായിരുന്നു എന്ന് അൻവറിന് വാദിക്കാം. UDF-ലെ സ്ഥാനം ഉറപ്പിക്കാം. മറിച്ചായാൽ അൻവറിന്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടും. കഴിഞ്ഞ തവണ 2700 വോട്ടിനാണ് അൻവർ വിജയിച്ചത്. VV പ്രകാശനായിരുന്നു എതിരാളി. BJP-ക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയത് 8595 വോട്ടുകൾ. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.